ഈ സർക്കാർ രൂപീകരിച്ച് ആദ്യത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് അത് പൂർത്തിയാകുമ്പോൾ ആരാണ് ഹിറ്റെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, സാക്ഷാൽ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എന്ന പുതിയ നിയമസഭയുടെ സ്പീക്കർ ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഒരുപാട് പേര് നെറ്റി ചുളിച്ചവരുണ്ട്. അദ്ദേഹത്തിന് അക്ഷരവ്യക്തത ഉണ്ടാകുമോ എന്ന് സംശയിച്ചവരുണ്ട്. പക്ഷേ അവരുടെ എല്ലാം മുന്നിൽ വളരെ കരുത്തോടെ, വളരെ രസകരമായി, വളരെ സന്തോഷത്തോടെ, ആളുകൾക്ക് കാണാൻ ഇഷ്ടമുള്ള ഭാവങ്ങളിലൂടെ നല്ല റൂളിങ്ങുകൾ നൽകി സഭ ഒന്നടങ്കം കയ്യിലെടുത്തിരിക്കുകയാണ് സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ. ഇത്തവണത്തെ സഭയിലെ ചില സംഗതികളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആയിക്കോട്ടെ അടക്കമുള്ള പ്രയോഗങ്ങളുമൊക്കെ ഹിറ്റായി മാറിയതോടുകൂടി ഇപ്പോൾ കേരളത്തിലെ എല്ലാ ചാനലുകളെക്കാളും വലിയ ഈ റേറ്റിംഗ് സഭാ ടി വിക്ക് ഉണ്ടാകുമെന്നൊക്കെയാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്. തിരുവഞ്ചൂർ സാറ് ചില്ലറക്കാരനല്ല. അദ്ദേഹം നിന്ന സ്ഥലങ്ങളിലെല്ലാം വിജയിച്ച് അവിടുത്തെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സ്ഥലങ്ങൾ അതിൻ്റെ പുനർക്രമീകരണത്തിലും മറ്റു പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടതല്ലാതെ പരിചിതമല്ലാത്ത സ്ഥലങ്ങളിൽ പോയി നിന്നാൽ പോലും ജനങ്ങളോട് ഇടപെടാനും കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും നിലപാടുകൾ പറയാനും നല്ല കരുത്തും കാമ്പുമുള്ള ഒരാളാണ്. ഈ നിയമസഭയിൽ ചില കാര്യങ്ങളിൽ ഇടപെടുന്നതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ടല്ലോ. അതായത് ഈ BJPയുടെ MLA ഗോപകുമാർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ആദ്യത്തെ മെമ്പറല്ലേ, അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് കരുതി എന്നൊക്കെ പറയുന്ന ആ പ്രയോഗവും ശൈലിയും, അതോടൊപ്പം പറയേണ്ടവരോട് വളരെ കൃത്യമായ ഭാഷയിൽ പറയുകയും ആയിക്കോട്ടെ പ്രയോഗം അടക്കമുള്ള സംഗതികളിലൂടെ നിറഞ്ഞു നിന്ന അദ്ദേഹം പുറത്ത് മാധ്യമപ്രവർത്തകർ ട്രോളിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല, ഞാൻ അവരുടെ കുലത്തൊഴിൽ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിലൂടെ വളരെ നൈസായിട്ടാണ് പൈതൃകത്തെ കയറി പിടിച്ച് എത്ര നൈസായിട്ടാണ് പുള്ളി കൈകാര്യം ചെയ്തത്, എത്ര ഭംഗിയായിട്ടാണ് സഭയെ ഓടിച്ചുകൊണ്ട് പോയത്. പറയേണ്ട സന്ദർഭങ്ങളിലെല്ലാം പറയേണ്ടത് വളരെ കൃത്യമായി മുഖത്ത് നോക്കി പറയുകയും അത് സവിശേഷമായ ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള കരുത്തൊക്കെ കാണിച്ച ആ നിലപാട് പോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിച്ചു. അത് മറ്റൊന്നുമല്ല, ഊരാലുങ്കലിൻ്റെ കരാർ, നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട കരാർ റദ്ദാക്കാൻ അദ്ദേഹം നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ LDF ഭരണ കാലഘട്ടത്തിൽ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഒരുപാട് വർക്കുകൾ കേരളത്തിൽ നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഡറിൽ മത്സരിക്കേണ്ട പോലും ആവശ്യമില്ലാത്ത പോലെ അവർക്കങ്ങ് വർക്ക് കൊടുത്താൽ മതി. അങ്ങനെയാണ് ധാരാളം വർക്കുകൾ കൊടുത്തത്. ഒരുപാട് കരാറുകാർ ആ കാര്യത്തിൽ പരാതി പറയുമായിരുന്നു. തങ്ങൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ മത്സരിച്ച് ഒരാളുമായി ഏറ്റുമുട്ടി പിടിക്കുമ്പോൾ വൻ തുകയ്ക്ക് ഈ കരാറുകൾ ഊരാലുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം. ഗവൺമെൻറ്റുകൾ മാറി വന്നെങ്കിലും ആ നയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അതിനെ റദ്ദാക്കാൻ ഒരു നിലപാട് സ്പീക്കർ സ്വീകരിച്ചു എന്ന് പറയുന്നത് കരുത്തല്ലാതെ മറ്റെന്താണ്? സാധാരണ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു വരുന്നവരെല്ലാം പിന്നെ ഒപ്പം കൂടുന്നത് ആണ് പതിവായി കണ്ടുവരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തിരുവഞ്ചൂർ കൃത്യമായി ആ നിലപാട് സ്വീകരിച്ചു. ഏതായാലും ഇനി വരുന്ന ആളുകളിലും ഒരു സ്പീക്കർ എന്നുള്ള നിലയിൽ വളരെ ദീർഘകാലത്തെ പാർലമെൻ്ററി പരിചയമുള്ള തിരുവഞ്ചൂർ തൻ്റെ സവിശേഷമായ ശൈലി കൊണ്ടും ശബ്ദം കൊണ്ടും അതോടൊപ്പം തന്നെ ഇത്തരം നിലപാടുകൾ കൊണ്ടും ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഈ സഭയുടെ ഹീറോ ബഹുമാന്യനായ സ്പീക്കർ തിരുവഞ്ചൂർ സാർ തന്നെയായിരുന്നു എന്നതാണ് എൻ്റെ സാക്ഷ്യം.